അപ്പോൾ ജനങ്ങളുമായി ഇടപഴകുമ്പോൾ ബിഹൈസ് ലാ യുഉദി അഹദൻ ബിഖൗലിൻ വലാ ഫിഅലിൻ, വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതാണ് ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം. അല്ലാതെ പറയേണ്ടത് പറയാതക്കതല്ല സൽ സ്വഭാവം എന്നുണ്ടെങ്കിൽ. തിന്മ കൽപ്പിക്കാതിരിക്കുക, എത്ര വലിയ തെറ്റുണ്ടെങ്കിലും ഉണ്ടാതെക്കുക, അത് സൽ സ്വഭാവമല്ല, അത് ദുസ്വഭാവമാണ്. ഒരാൾ തിന്മ കണ്ടു, നമ്മളിപ്പോൾ പറയാൻ പോകണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ, ഓൻ ഭയങ്കര ഡീസനായിട്ട്, ഓൻ ആരോടൊന്നുമില്ല, ഗുണത്തിലുമില്ല, ദോഷത്തിലുമില്ല, അത് പറ്റൂല, അത് സൽ സ്വഭാവമായിട്ട് പരിഗണിക്കൂല. ആദ്യം തന്നെ പറഞ്ഞ വർത്തമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഒറ്റ ഇലാഹു ഇല്ല എന്നാണ്. അത് സൽ സ്വഭാവത്തിന് എതിരൊന്നല്ല. മൂസാ നബി ഇസ്ലാം ഫിർഔന്റെ അടുത്ത് പോയപ്പോൾ അല്ലാഹു പറഞ്ഞു ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, അവരോട് മൃദുവായ വാക്ക് നിങ്ങൾ പറയുക. ഇത് പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറയേണ്ട ശൈലിൻ്റെ അർത്ഥം. അപ്പം സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്താതിരിക്കുക, നന്മ കൽപ്പിക്കാതിരിക്കുക എന്നൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. നന്മ കൽപ്പിച്ചാൽ മതി, തിന്മയെപ്പറ്റി മിണ്ടണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ട്. തിന്മയെപ്പറ്റി പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടൂല. ഫലായില് പറഞ്ഞാൽ മതി, കൈഫിയത്ത് പറയണ്ട. തബ്ലീഗിലേക്ക് ആ വഴി സ്വീകരിച്ചതുകൊണ്ടാണ്. ഫലായില് പറയാം, കൈഫിയത്ത് പറയണ്ട. കൈഫിയത്ത് പറഞ്ഞാൽ പ്രശ്നമാണ്, കൈഫിയത്ത് പറഞ്ഞാൽ അധികം ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഫലായില് പറയാം. ഫലായില് പറഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. അപ്പോൾ അതൊന്നും സൽസ്വഭാവത്തിൻ്റെ ഭാഗമല്ല. അത് നബിതങ്ങൾ ഫലായിലും പഠിപ്പിച്ചിട്ടുണ്ട്, കൈഫിയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നബിതങ്ങൾ നന്മ കൽപ്പിച്ചിട്ടുണ്ട്, തിന്മ വിലക്കിയിട്ടുണ്ട്. ആദ്യം ലാ ഇലാഹ ഒറ്റ ഇലാഹുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇല്ലല്ലാ എന്ന് പഠിപ്പിക്കുന്നത് തന്നെ. അംറും ബിൽ മഅറൂഫ് എന്നിടത്തൊക്കെ നഹ്യുൻ അനിൽ മുൻകർ കൂടെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നന്മ മാത്രം കൽപ്പിക്കുക എന്നത് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ലതഅ്മുറുന ബിൽ മഅറൂഫി വലതൻഹവുന അനിൽ മുൻകർ, ഹദീസ് പ്രയോഗം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം. അപ്പോൾ അത് സൽസ്വഭാവത്തിനൊരിക്കലും എതിരായ കാര്യമല്ല. ഹുസ്നുൽ ഖുലുഖ് എന്നാൽ മതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യലോ ദീനിലുള്ള കാര്യം പറയാതിരിക്കലോ ഒന്നുമല്ല. ദീനിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചെന്താണോ അത് പ്രാവർത്തികമാക്കലും അത് പറയേണ്ടത് പറയലുമൊക്കെ സൽസ്വഭാവത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്നാൽ ജനങ്ങളുമായ ഇടപഴകലുകളിൽ മാന്യമായ പെരുമാറ്റങ്ങൾ, അയൽവാസിയുമായി, ബന്ധുക്കളുമായി, സഹപാഠികളുമായി, കൂട്ടുകാരുമായി, നാട്ടുകാരുമായി ഒക്കെ ഒരു നല്ല സഹവർത്തിത്വം, എല്ലാവരും മാന്യമായി പെരുമാറി. വിശ്വാസി എല്ലാവരുമായും ഇണങ്ങുന്നവനാണ്. അൽ മുഅ്മിൻ യഅ്ലിഫ് വയുഅ്ലഫ്, സത്യവിശ്വാസി ഇണങ്ങുന്നവനാണ്, ഇണങ്ങാൻ പറ്റുന്നവനുമാണ്. വലാ ഖൈറ ഫീമൻ ലാ യഅ്ലിഫ് വലാ യുഅ്ലഫ്, ആരുമായും ഇണങ്ങാത്ത, ആർക്കും ഇങ്ങോട്ട് ഇണങ്ങാൻ പറ്റാത്ത ആളുകളിൽ യാതൊരു നന്മയും ഇല്ലാന്ന്. ആരുമായും ഇണങ്ങൂല, ആരേറ്റും ഒത്തുപോകില്ല, അയൽവാസിയേറ്റ് ഒരു നല്ലക്ക് പോകില്ല, കുടുംബത്തിലൊക്കെ ഒരു കച്ചവടക്കാരനാണ്, എവിടെയും മോനേറ്റ് ഒത്തുപോകാൻ പറ്റൂല എന്നാണെങ്കിൽ അതല്ല ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. എല്ലാവരുമായും ഇണങ്ങിച്ചേർന്ന് പോകുന്നവൻ തന്നെയാണ് സത്യവിശ്വാസി. എന്നാൽ ദീന് ബലി കഴിച്ചുകൊണ്ടോ ദീന് മാറ്റം വരുത്തിക്കൊണ്ടോ അല്ല അത്തരം കൂടിക്കലരുകൾ എന്നു മാത്രം. ഏതായാലും ഇവിടെ രണ്ട് മേഖലയാണ് ഈ രണ്ട് ഉപദേശത്തിലുള്ളത്. ഒന്ന് അള്ളാഹുമായുള്ള ഇടപെടലുകൾ, അതാണ് തഖ്വല്ലാഹ്. രണ്ട് പടപ്പുകളുമായുള്ള അവൻ്റെ മുആമലാത്ത്, ഇടപെടലുകൾ, ക്രയവിക്രയങ്ങൾ, അതാണ് ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം. അപ്പം ഏതാ നബിയെ സ്വർഗത്തിലേക്ക് എത്താൻ ഏറ്റവും അധികം കാരണമാകുന്ന കാര്യങ്ങൾ എന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു. നബി തങ്ങളുടെ മറുപടി തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖി, റബ്ബിനെ സൂക്ഷിക്കലും സൽ സ്വഭാവവുമാണ് ഒരാൾ സ്വർഗപ്രവേശത്തിന് നിമിത്തമാക്കുന്ന ഏറ്റവും അധികമുള്ള കാര്യങ്ങൾ.